കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ടാത്തവരാരാണ്. ഞാൻ ഈ പറയുന്ന ചില ആൾക്കാർക്ക് വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ട കാര്യമില്ല. അപ്പൊ വിവാഹത്തിന് പൊരുത്തം അത്യാവശ്യമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഇല്ലേ? അപ്പൊ ആചാര്യന്മാർ പറയുന്ന അനുസരിച്ച് ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് വിവാഹത്തിന് പൊരുത്തം നോക്കണ്ട എന്നാണ് പറയുന്നത്. ആചാര്യന്മാരുടെ അഭിപ്രായം അത് നമ്മൾ അറിഞ്ഞ് പഠിച്ചു വരുന്നവരാണല്ലോ. അപ്പോൾ ആ വിഷയം ഞാനിവിടെ ഒന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. വിവാഹത്തിന് പൊരുത്തം നോക്കണ്ട ആർക്ക്? ഇനി ഞാൻ പറയുന്ന ചില ആൾക്കാർക്ക് വിവാഹ സംബന്ധമായ പൊരുത്തം വേണ്ട. പല വിവാഹങ്ങളും നമ്മൾ പൊരുത്തം നോക്കിയാണ് നടത്തുന്നത്. അപ്പൊ പൊരുത്തം നോക്കാണ്ട് വിവാഹം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ഇല്ലേ? പൊരുത്തം നോക്കിയിട്ടും വിവാഹങ്ങൾ പലതും ഇതായി പോണു. പിന്നെ പൊരുത്തവും കൂടി നോക്കാണ്ട് നടത്തിയാൽ എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും അതിനുള്ള വരുന്ന ബുദ്ധിമുട്ടുകൾ? അതായിരിക്കും പലരും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ആചാര്യന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഈ വിഷയത്തിൽ പറയുന്നത്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. അംഗവൈകല്യം വന്ന ആൾക്കാർക്ക് വിവാഹ സംബന്ധമായി നോക്കുമ്പോൾ പൊരുത്തം നോക്കണ്ട. അംഗവൈകല്യം വന്നവർക്ക് വിവാഹ സംബന്ധത്തിൽ പൊരുത്തം നോക്കണ്ട. അതേപോലെ തന്നെ ഒരു വിവാഹം നടന്ന് ഒരു പുനർവിവാഹം നടത്താൻ പോണെങ്കിൽ അവിടെ നിങ്ങൾ പിന്നെ പൊരുത്തം നോക്കണ്ട എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പുനർവിവാഹം നടത്തുന്നവര് പിന്നെ പൊരുത്തം നോക്കണ്ട. ഒരു വിവാഹം നടത്തി അത് പോയി, ഇനി മറ്റൊരു വിവാഹം നടത്തുമ്പോഴും അതിന് വേണ്ട എന്നാണ് പുനർവിവാഹം നടത്തുന്നവര് പൊരുത്തം നോക്കണ്ടെന്നാണ് നമ്മുടെ ആചാര്യന്മാര് പുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ചില സ്വഭാവ ദൂഷ്യമുള്ള ചില സ്ത്രീ പുരുഷന്മാരുണ്ട്. സ്വഭാവ ദൂഷ്യം, ഇവർക്ക് പൊരുത്തം നോക്കണ്ടെന്നാണ് പറയുന്നത് ആചാര്യന്മാര് പറയുന്നത്. വിവാഹപ്പൊരുത്തം ഇവരെ സംബന്ധിച്ച് വേണ്ട. പിന്നെ ഒന്ന് വൃദ്ധരായവർക്ക്, അതായത് പ്രായമായി വൃദ്ധരായി വിവാഹം കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വിവാഹ സംബന്ധമായ കാര്യം നോക്കുമ്പോൾ പൊരുത്തം നോക്കേണ്ട വിഷയമില്ല. അതേപോലെ തന്നെ ഭാഗ്യഹീനകളായ സ്ത്രീ പുരുഷന്മാർ, ഭാഗ്യഹീനന്മാരായ അല്ലെങ്കിൽ ഹീനകളായ പുരുഷന്മാരോ സ്ത്രീകളോ, അതായത് ഭാഗ്യം നിർഭാഗ്യമൊക്കെ അവരുടെ കൂടപ്പിറവായിരിക്കും. ഇങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും വിവാഹപ്പൊരുത്തം കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ പൂർവിക ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും പൊരുത്തം നോക്കണ്ട. ഇതൊന്നും നോക്കാതെ വിവാഹം കഴിക്കാം എന്ന് ജ്യോതിഷ വിധിപ്രകാരമാണ് ഉള്ള കാര്യങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞാനത് എൻ്റെ അറിവുകളോടൊപ്പം ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ പറയുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ജ്യോതിഷ സംബന്ധമായി വിവാഹപ്പൊരുത്തം ചിന്തിക്കേണ്ട കാര്യമില്ലാത്ത ഇവരൊക്കെയാണ്. ഇവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.